നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ മീറ്റ് ദ ഓഥർ എന്ന സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത അമേരിക്കൻ ഹിസ്റ്റോറിയനായ യുവാൽ നോഹ ഹരാരി തൻ്റെ പുസ്തകമായ സാപ്പിയൻസ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രശസ്തമായ വാചകമുണ്ട്. ദ റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ us and animal is the fictional stories that we tell and believe എന്നാണ്. ചെറുകൂട്ടമായി ജീവിച്ച മറ്റു പ്രാണികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് ഇത്തരത്തിൽ വലിയ സമൂഹങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ടാണ്. ആ വലിയ സമൂഹങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ഫിക്ഷണൽ കൺസ്ട്രക്റ്റുകൾ കൊണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഥാ സാഹിത്യം, നോവൽ സാഹിത്യം നമ്മളുടെ ജീവിതത്തിൽ അത്രമേൽ ശക്തമായത്. ഈ അവസ്ഥയെക്കുറിച്ച് ഒർഹാൻ പാമുക്കും നിരീക്ഷിച്ചിട്ടുണ്ട്. തൻ്റെ വിശ്വവിഖ്യാതമായ കൃതിയിൽ ദ നെയ്വ് ആൻഡ് സെൻറ്റിമെൻ്റൽ നോവൽ എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എഴുത്തുകാരനും വായനക്കാരനും താതാത്മ്യം പ്രാപിക്കുന്ന ആ ഒരു ഘടകത്തിലാണ് നോവൽ എന്ന കല ശക്തി ആർജിക്കുന്നത് എന്നാണ്. എഴുത്തുകാരൻ എത്ര ഭാവനാത്മകമായിട്ടാണ് അവരുടെ ചിന്തകളെ രേഖപ്പെടുത്തുന്നത് എന്നും ആ ചിന്തകൾ എന്തെല്ലാം അവസ്ഥകളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നും എഴുത്തുകാരൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നും ഒക്കെയുള്ള അറിയാനുള്ള വായനക്കാരൻ്റെ ത്വരയാണ് നോവൽ എന്ന സാഹിത്യ രൂപത്തെ സർഗാത്മകമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു നോവലെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഒരു സമൂഹത്തിൻ്റെ ആന്തരിക ഘടന കാണാൻ കഴിയും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ, വ്യക്തി മനസ്സ് പോലെ തന്നെയാണ് സമൂഹ മനസ്സും. അതുകൊണ്ട് തന്നെ സമൂഹ മനസ്സിൻ്റെ ബോധാബോധങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രാക് രൂപങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന കഥയും സാഹിത്യവും ഐതിഹ്യവും പുരാവൃത്തങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഉത്തര കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ അത്തരത്തിൽ പുരാവൃത്തങ്ങളിൽ കൂടെയും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ പാരിസ്ഥിതിക ബോധത്തെ അവലംബിച്ചും കഥകളും നോവലുകളും എഴുതി ആ മലയാള സാഹിത്യ ചരിത്രത്തിന് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള പ്രശസ്തനായ എഴുത്തുകാരനാണ് അംബികാസുധൻ മങ്ങാട്. എനിക്ക് തോന്നുന്നത് പാരിസ്ഥിതിക ബോധം നമ്മുടെ മലയാള നോവൽ സാഹിത്യത്തിൽ ഇത്രമേൽ ആവിഷ്കരിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടാവില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ള എൻ മഗജി മലയാള സാഹിത്യ ചരിത്രത്തിൽ എന്നും ഒരു നീറ്റലായി തന്നെയാണ് അവശേഷിക്കുന്നത്. അദ്ദേഹം ഉത്തര കേരളത്തിലെ പുരാവൃത്തങ്ങളെയും അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണതകളെയും അത്രയധികം തൻ്റെ കൃതികളിൽ കൂടെ ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ അതിനുള്ളിലെ അധികാരത്തെയും അതുപോലെ അധീശത്വത്തെയും അടിച്ചമർത്തലിനെയും വളരെ വ്യക്തമായി തന്നെ അനാവരണം ചെയ്ത എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇന്ന് മീറ്റ് ദ ഓഥർ എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും പുരാവൃത്തങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. അംബികാസുധൻ മാഷ്ടെ കഥകൾ ആദ്യമായിട്ട് മാഷ് കഥ എഴുതുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആ കഥയുടെ പേര് ജീവിത പ്രശ്നങ്ങൾ എന്നായിരുന്നു. 50 വർഷമായി മാഷ് കഥയെഴുത്തിൻ്റെ ഒരു പ്രപഞ്ചം നമ്മുടെ മലയാള സാഹിത്യത്തിലേക്ക് തന്നിട്ടുണ്ട്. ഈ കഥയെഴുത്തിൽ ഈ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് 50 വർഷത്തോളം മാഷ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ മാഷ് കഥയിലും നോവലിലും ആവിഷ്കരിക്കാനുള്ള മാഷിൻ്റെ ഒരു പ്രേരകമായിട്ടുള്ള ഒരു ശക്തി? എല്ലാവർക്കും വിനീതമായ നമസ്കാരം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ കഥയുടെ പേര് ജീവിത പ്രശ്നങ്ങൾ എന്നാണ്. 80 വർഷം ഞാൻ എഴുതിയ കഥകളും നോവലുകളും എല്ലാം ചേർത്ത് ഒരു ശീർഷകം വേണമെന്നാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ജീവിത പ്രശ്നങ്ങൾ എന്ന് തന്നെ ഞാൻ കൊടുക്കും. അത്രമേൽ ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ സാങ്കല്പിക അല്ലെങ്കിൽ കാൽപ്പനിക ഭംഗികളെക്കുറിച്ചല്ല
വളരെ പരുക്കനായ, വൈലോപ്പിള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതക്കടലേ കവിതയ്ക്ക് മഷിപ്പാത്രം എന്ന വിധത്തിൽ എപ്പോഴും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മുങ്ങിത്തപ്പാനും വളരെ രുഗ്ണമായ, വളരെ വേദനാജനകമായ അനുഭവ ലോകത്തിൽ നിന്നും ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ എല്ലാ കാലത്തും നിൽക്കാനും വേദനിക്കുന്നവരുടെ കൂടെ പക്ഷം ചേരാനും അനീതിക്കെതിരെ എഴുത്തിലൂടെ ശബ്ദം ഉയർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അതുകൊണ്ട് സങ്കല്പകാന്തികളിൽ അഭിരമിക്കാതെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ തന്നെയാണ് ഈ എഴുത്തുകാലം എന്മകജെ പറഞ്ഞു. അതുമാത്രമല്ല, എല്ലാ പുസ്തകങ്ങളും കഥകളും ഒക്കെ തന്നെ ആ വിധത്തിൽ തന്നെയാണ് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിൽ വൈകാരികതയ്ക്ക് ആഴത്തിലുള്ളൊരു സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഥകൾ ശക്തമാവുന്നത്. ഇപ്പോൾ മാഷ് പറഞ്ഞല്ലോ, ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്മകജയിലേക്ക് ആവിഷ്കരിച്ചതെന്ന്. അതിൻ്റെ ശേഷം 10 വർഷം നോവൽ എഴുതില്ല എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നോവൽ എഴുതില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ വൈകാരിക പ്രതിസന്ധിയെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? എന്മകജ എന്ന നോവൽ എഴുതുന്നതിന് മുമ്പ് അല്ലോഹലൻ എന്ന നോവൽ ഞാൻ ആലോചിച്ച് തുടങ്ങിയിരുന്നു. അല്ലോഹലൻ എന്ന നോവൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ എഴുതില്ല എന്നുറപ്പിച്ചിരുന്ന ഒരു നോവൽ എന്മകജെ പെട്ടെന്ന് എഴുതാൻ തുടങ്ങുകയും അത് 2009 പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട്. എഴുതി കഴിഞ്ഞതോടുകൂടെ ഞാൻ മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോവുകയും ഇനി ജീവിതത്തിൽ ഒരിക്കലും നോവൽ എഴുതില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും പിന്നെ 10 വർഷം നോവൽ എഴുതാതിരിക്കുകയും ചെയ്തു. ഈ 10 വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്മകജ എന്നൊരു ഗ്രാമത്തെ എനിക്ക് മറക്കാം, അതുപോലുള്ള ഗ്രാമങ്ങളെ മറക്കാം, മറ്റൊരു നോവൽ എഴുതാം. ഒരു നോവലിസ്റ്റിൻ്റെ ദൗത്യം അതാണ്. പക്ഷെ ഞാൻ നോവൽ എഴുതിയ ശേഷം ഇനി നോവൽ എഴുതില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് എന്മകജയെ പോലുള്ള ഗ്രാമങ്ങളിലേക്ക് നിരന്തരമായിട്ട് യാത്ര ചെയ്യുകയും അവിടെയുള്ള വളരെ വേദനാജനകമായ നരകയാതനകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കൂടെ അവരുടെ വേദന പങ്കിടുകയും അവർക്ക് വേണ്ട ആവശ്യമുള്ള പല കാര്യങ്ങളും സമരങ്ങളും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പിന്നെ 10 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എന്തിനാണ് ഇനിയും എഴുതാതിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുകയും അല്ലോഹലൻ എന്ന നോവൽ എഴുതാൻ വേണ്ടിയിട്ട് 17-ാം നൂറ്റാണ്ടിലെ മാക്കം എന്ന പണ്ഡയ്യം എന്ന നോവൽ എഴുതുകയും പിന്നീട് 14-ാം നൂറ്റാണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലോഹലൻ എന്ന നോവൽ എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ജനവിഭാഗത്തോടുള്ളൊരു വലിയ കമ്മിറ്റ്മെൻറ്റാണ്. എന്മകജ എന്ന നോവൽ സിനിമയാക്കാൻ വേണ്ടിയിട്ട് പലരും എൻ്റെ അടുത്ത് വന്നിരുന്നു. കർണാടകത്തിലൊരു ടീം വലിയ പൈസയൊക്കെ ഓഫർ ചെയ്തിട്ട് വന്നിരുന്നു. അത് കഴിഞ്ഞ കൊല്ലമാണ്. ഇക്കൊല്ലവും വളരെ പ്രസിദ്ധനായ ഒരാൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്മകജെ ഒരിക്കലും സിനിമയാക്കാൻ ഞാൻ തരില്ല, അത് നിങ്ങളൊരിക്കലും സിനിമയാക്കരുത്. കാരണം എന്മകജ എന്നുള്ളത് ഭാവനയല്ല, ഫിക്ഷൻ അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്നത് ഭാവനയാണ്. എന്നാൽ എന്മകജ എന്ന നോവൽ ഭാവന എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് എന്മകജ എന്ന നോവൽ തുടങ്ങുന്നത്. അതൊരു വലിയ നോവലാണ്, നോവലല്ല. എന്മകജ എന്നുള്ളൊരു വലിയ നോവലാണ്, നൊന്തതിൻ്റെ കഥയാണ്. എന്മകജ എഴുതുന്ന കാലത്ത് അതിനു മുമ്പൊക്കെ എനിക്കുണ്ടായിട്ടുള്ള തീവ്രമായ അനുഭവങ്ങളുടെ ഒരു 100 ഇരട്ടി വരും എന്മകജ എഴുതിയതിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങൾ. അത് ഞാൻ പുസ്തകമായിട്ട് എഴുതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എന്മകജ എഴുതി കഴിഞ്ഞിട്ട് അതിലെ കഥാപാത്രങ്ങളായ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെടുന്ന സമയത്ത് മിക്കവാറും കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞു. അവരുടെ വീടുകളിൽ പോകാനും അവരെ അവസാനമായിട്ട് കാണാനുമൊക്കെ നിർഭാഗ്യമുണ്ടായ, ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യമുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഞാൻ. അങ്ങനെ ഒരു നിർഭാഗ്യം ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തും ജീവിതവും അങ്ങനെ വ്യത്യസ്തമായ ഒന്നല്ല. മാഷിപ്പോൾ പറഞ്ഞല്ലോ, അതായത് എന്മകജ കൂടുതലും ജീവിത യാഥാർത്ഥ്യങ്ങളാണെന്ന്. പക്ഷേ എന്മകജയുടെ ഒരു ക്ലൈമാക്സിലും നമ്മളൊരു മിത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, മാഷിൻ്റെ മൊത്തം എല്ലാ തെയ്യങ്ങൾ, അതുപോലെ തെയ്യം കഥകൾ, തെയ്യം നോവലുകൾ, ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പുരാവൃത്തങ്ങളുടെ ഒരു വലിയ ഒരു അറ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ എന്മകജ ജീവിത യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുമ്പോഴും അതിനുള്ളിൽ ഇത്തരത്തിലെ പുരാവൃത്തങ്ങളോടുകൂടി അവസാനിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ്? തീർച്ചയായിട്ടും ഗ്രാമജീവിതങ്ങളെല്ലാം മിത്തുകളാലും പുരാവൃത്തങ്ങളാലും കലർന്ന് കിടക്കുന്ന ദേശങ്ങളാണ്. ഇപ്പോൾ മരക്കാപ്പുല തെയ്യങ്ങളിലും എന്മകജയിലൊക്കെ വരുന്ന മിത്തുകളൊക്കെ ശരിക്കും അവിടെ ഉള്ളതാണ്.
ഇപ്പോൾ മരക്കാപ്പിലെ എൻമകജയിൽ പിന്നെ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാത്തൊരു ഗ്രാമമായിരുന്നു എൻമകജ. അവിടെ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ബല്ലാളന്മാരായിട്ടുള്ള ജൈനമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാതിരുന്നത് വിളക്ക് കത്തിക്കുമ്പോൾ പ്രാണികൾ വന്ന് ചത്തുപോകും എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെയാണ് നമ്മൾ 25 കൊല്ലക്കാലം എൻഡോസൾഫാൻ എന്നൊരു വിഷം കോരി ഒഴിച്ചത്. അപ്പം അങ്ങനെ ഒരു എൻമകജയിൽ വരുന്ന ജടാധാരി കാവ് നിങ്ങൾക്ക് ഇപ്പോഴും പോയി കാണാം, പൂക്കാരക്കല്ല് ഇപ്പോഴും പോയി കാണാം, സാക്കിജാൽ എന്ന സത്യപ്പടി ഇപ്പോഴും കാണാം, അവിടെയുള്ള കോടങ്കിരി തോട് ഇപ്പോഴും കാണാം. മിക്കവാറും അതിൽ പറയുന്ന മിത്തുകളെല്ലാം അവിടെ കാണാം. പിന്നെ മഹാഭാരതത്തിൽ നിന്നും വന്നിട്ടുള്ള പരീക്ഷിത്ത് പോലെയുള്ള ചില സങ്കല്പങ്ങൾ മഹാഭാരതത്തിലെ മിത്തുകളായിട്ട് പുരാവൃത്തങ്ങളായിട്ട് പറയാം. നോവലിൻ്റെ അവസാനം ഒരു കഴുത കയറി വരുന്നുണ്ട്. അപ്പോൾ മഹാഭാരതം വായിച്ച ഒരാൾക്ക് കിടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതിലെ അനേകം അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള ആ കഴുതയെ വായിച്ചു കഴിഞ്ഞാൽ. അത്ര ബുദ്ധിമാനായ ഒരു ജീവി ലോകത്തിലില്ല. സാപ്പിയൻസ് എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, മനുഷ്യൻ പ്രത്യേകിച്ച് മറ്റു ഇതര ജീവജാലങ്ങളെ മറികടക്കുന്നത് അവൻ്റെ ബുദ്ധി കൊണ്ടും ഭൂതകാലത്തെക്കുറിച്ച് അവനുള്ള സങ്കല്പങ്ങൾ എങ്ങനെ വർത്തമാനത്തിലൂടെ ഭാവിയെ നിർമ്മിക്കാൻ ഉതകും എന്നൊക്കെ ഹരാരി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ, അത് വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അളവിലൊന്നും ഈ കഴുതയെ കിട്ടില്ല. വിദുരരും ഭീഷ്മരും ഒക്കെയാണ് ഏറ്റവും ബുദ്ധിശാലികൾ എന്നൊക്കെ നമ്മൾ തോന്നുമെങ്കിലും, പക്ഷേ ഈ കഴുത സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ, അനേകം അധ്യായങ്ങളിൽ കഴുത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ചു പോകും. ആ കഴുതയെ കൊല്ലാൻ വന്ന മഹാബലിയുടെ അടുത്ത ജന്മമായ ആ കഴുതയെ കൊല്ലാൻ വന്ന ഇന്ദ്രൻ പോലും ദേവേന്ദ്രൻ പോലും സാഷ്ടാംഗം പ്രണമിച്ചു പോയി. ആ കഴുതയാണ് നോവലിൻ്റെ അവസാനം കയറി വരുന്നത്. എന്നിട്ട് പറയുന്നു, എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കഴുതയാണ് വായനക്കാരായ മനുഷ്യരോട് പറയുന്നത്, എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല, നോവൽ അവസാനിക്കുകയാണ്. അത് വായനക്കാരുടെ ഉള്ളിലുണ്ടാവേണ്ട. നോവലിൻ്റെ അവസാനം ഗുഹ പോലുള്ള, ഗർഭപാത്രം പോലുള്ള ഒരു ഗുഹയിലേക്ക് സ്ത്രീയും പുരുഷനും കയറി ചെല്ലുന്നിടത്താണല്ലോ നോവൽ അവസാനിക്കുന്നത്. അവിടെയാണല്ലോ ഈ കഴുതയുള്ളത്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അകന്നകന്ന് പോവുകയാണ്. അത് പ്രകൃതിയിലേക്കുള്ളൊരു മടക്ക യാത്ര അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്നാണ് എൻമകജ പറയുന്നത്. മാഷിപ്പോൾ സംസാരിച്ചല്ലോ, നമ്മൾ ഒരിക്കലും കഴുത അങ്ങനെയുള്ള മൃഗങ്ങളെ ഒരിക്കലും നമ്മൾ ഒരു ഹീറോ ആയിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കാറില്ല. നമ്മളുടെ ഒരു ഹീറോ എന്നുള്ളത് കുതിര തന്നെയാണ്. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഭാവനയെ ഒരു നനച്ചു നിർത്തുക, ആ ഒരു മാതൃകയാണ്. അപ്പം ഈ കുതിരയെ പോലുള്ള ഇത്തരത്തിലെ നമ്മളെ ഒരു സെക്കൻഡറി ആക്കിയിട്ടുള്ള ജീവജാലങ്ങളെ നോവലിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് അല്ലോഹലൻ എന്ന കഥയിൽ. അല്ലോഹലൻ എന്ന കഥയിൽ ക്രൂരമായിട്ടുള്ള ഒരു രാജാവിൻ്റെ ആ ഒരു മിത്തിനെയാണ് അദ്ദേഹം ക്രൂരനല്ല എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ പുനരാവിഷ്കരിക്കാൻ തയ്യാറായത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? കാരണം ഒരു അവർണ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആ ഒരു നായകനെ എത്രത്തോളം നന്നാക്കിയെടുക്കാൻ, സമൂഹത്തിന് മുന്നിൽ നന്നാക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം മികച്ച രീതിയിൽ അല്ലോഹലൻ എന്ന നോവലിൽ മാഷക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? അല്ലോഹലൻ എന്ന നോവൽ കഴിഞ്ഞ ഒരു 3.5 വർഷം വളരെ ധ്യാനം ചെയ്ത് തപസ് പോലെ ഇരുന്ന് എഴുതിയ ഒരു പുസ്തകമാണ്. 14-ാം നൂറ്റാണ്ടിൽ ഉത്തര കേരളത്തിലൊരു നാടുവാഴിയുടെ രാജാവിൻ്റെ, കോലത്തിരിയുടെ സാമന്തനായിരുന്ന അല്ലോഹലൻ എന്ന രാജാവിൻ്റെ കഥയാണ്. പക്ഷേ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും നമുക്ക് അല്ലോഹലെ കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, കേരള ചരിത്രം പോലെയുള്ള പുസ്തകങ്ങളിലെല്ലാം 450 പേജുള്ള ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ ഉത്തര കേരളത്തിന് കൊടുത്തിരിക്കുന്നത് നൂറ്റാണ്ടുകൾ ഭരിച്ച ഏഴിമല രാജാക്കന്മാരും കോലത്തിരിമാരും ഭരിച്ച, നൂറ്റാണ്ടുകൾ ഭരിച്ച ഉത്തര കേരളത്തിന് 1.5 പേജേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട് ചരിത്രകാരന്മാരും അങ്ങേയറ്റം അവഗണിക്കപ്പെട്ടൊരു ദേശമാണ് കാസർഗോഡ്. 1.5 പേജേ ഉള്ളൂ. ആ 1.5 പേജിൽ കോലത്തിരിമാരുടെ പേര് പോലുമില്ല. പിന്നെ അല്ലോഹലൻ എന്ന നാടുവാഴിയുടെ പേരുണ്ടാവാൻ സാഹചര്യമില്ലല്ലോ. ഞാൻ അല്ലോഹലനെ കണ്ടെത്തുന്നത് തെയ്യത്തിൻ്റെ തോറ്റം പാട്ടിൽ നിന്നാണ്. സ്വരൂപാചാരം എന്ന് പറയും, ഉരിയാട്ടം. അതിലാണ് ഈ അല്ലോഹലൻ്റെ ചരിത്രം ചെറുതായിട്ട് കിടക്കുന്നത്. പിന്നെ തെയ്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചില പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിലും അല്ലോഹലൻ്റെ ചരിത്രം ചെറുതായിട്ട് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ അല്ലോഹലൻ ദുഷ്ടനായ ഒരു കഥാപാത്രമാണ്. പക്ഷെ എൻ്റെ നോവലിൽ അങ്ങനെ ഒരു ദുഷ്ടനല്ല. അല്ലോഹലൻ
പ്രകൃതിയുടെയും ദളിതൻ്റെയും സ്ത്രീയുടെയും കൂടെ ശക്തമായി നിൽക്കുന്ന ഒരു അവർണ്ണ നാടുവഴിയാണ്. അതുപോലെ തന്നെ MT ചന്തുവിനെ ആവിഷ്കരിച്ചല്ലോ. അതായത് ചതിയനായ ചന്തു നമ്മളെ മുന്നിൽ വീരനായ ചന്തു ആയത് MTയുടെ വടക്കൻ വീരഗാഥയിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രൂരതയുടെ പ്രതീകം എന്ന് പറയപ്പെടുന്ന ഒരു നായകനെ ഒരു ചരിത്രത്തിൽ നിന്നും വളരെ അകന്നു നിന്നുകൊണ്ടാണ് ചരിത്ര പുരുഷനെ എടുത്തുകൊണ്ട് അങ്ങ് അതിനെ ആവിഷ്കരിച്ചത്. അപ്പോൾ അതിൽ തന്നെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചത് സത്യത്തിൽ എന്നെ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു പുരുഷൻ നിർമ്മിച്ച സ്ത്രീ കഥാപാത്രവും സ്ത്രീ നിർമ്മിച്ച സ്ത്രീ കഥാപാത്രവും വളരെ വ്യത്യസ്തമാവാറുണ്ട്. കാരണം ഈ ഒരു നോവലിൽ പലപ്പോഴും എനിക്കത് സ്ത്രീയാണോ എഴുതിയത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സ്ത്രീകളിലേക്ക് ആഴ്ന്നിറങ്ങി ആ മനസ്സിനെ ആവിഷ്കരിച്ച പോലെ എഴുതാൻ പ്രേരകമായത് എന്താണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയാമോ? അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്ത്രീപക്ഷ കഥകൾ ഒരുപാട് എഴുതിയിട്ടുള്ളൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലും മരക്കാപ്പിലെ തെയ്യങ്ങളടക്കം നോവലുകളിലൊക്കെ സ്ത്രീയാണ് മുന്നിൽ വരുന്നത്. അതുകൊണ്ട് എന്മകജ എഴുതുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു അതിൽ പ്രധാന കഥാപാത്രം പുരുഷനായിരിക്കും, സ്ത്രീ ഡോമിനേറ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് എഴുതി തുടങ്ങിയത്. പക്ഷേ എഴുതിയൊരു ഘട്ടം കഴിയുമ്പോൾ അതിലെ പുരുഷനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിലെ സ്ത്രീ നായിക അത് വന്നു. അല്ലോഹലൻ എഴുതുമ്പോഴും ഇതുപോലെ ചീംബ്ലു എന്ന സ്ത്രീയും അതുപോലെ പുരുഷനെ ഭയന്നിട്ട് ശരീരം മുഴുവൻ സർപ്പങ്ങൾ അണിഞ്ഞ് നടക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന, ഒരിക്കൽ പുരുഷൻ്റെ കയ്യിൽ നിന്നും മാരകമായ പരിക്ക് പറ്റിയ ഒരു സ്ത്രീ പിന്നീട് ജീവിക്കുന്നത് ശരീരത്തിൽ മുഴുവൻ പാമ്പുകളെ വളർത്തിയിട്ടാണ്. അങ്ങനെ ഒരു പൊന്നിയമ്മ തെയ്യം, ജീവിച്ചിരിക്കെ തന്നെ തെയ്യമായി മാറിയ ഒരു പൊന്നിയമ്മ തെയ്യം ഭാവനയാണ്. ചരിത്രം അതിലൊരു നട്ടല് പോലെ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ ഭാവന ചേർത്തുകൊണ്ട് ചരിത്രം ഏതാണ് ഭാവന ഏതാണ് എന്ന് വായനക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് അല്ലോഹലനെ എഴുതിയിരിക്കുന്നത്. ഭാവനയും അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മിത്ത് ആവിഷ്കരിക്കുന്ന സമയത്ത് അതായത് പ്രതിരോധങ്ങളും തീർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് തോക്ക് എന്നുള്ളൊരു കഥ. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ പുരാവൃത്തങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അനാചാരങ്ങൾക്കെതിരെ ആണ് ആ തോക്ക് എന്നുള്ള കഥ അനാവരണം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു മൃഗബലി നിർത്താൻ ഒരു കാരണം ഈ തോക്ക് എന്നുള്ള കഥയാണ്. അത് ഒന്ന് എങ്ങനെയാണ് എന്ന് വിശദാക്കാമോ? നായാട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. തോക്ക് എഴുതപ്പെട്ട കാലത്ത് വലിയ സ്വീകാര്യത ലഭിച്ച, അന്നിവിടെ മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വം എന്നെ നേരിട്ട് വിളിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുകയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം ഒരു കത്തെഴുതുകയും ഈ അനാചാരത്തെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു പ്രതികരണം കിട്ടിയ എൻ്റെ ഒരു പരിസ്ഥിതി കഥയാണ് ഈ തോക്ക്. നിരവധി പരിസ്ഥിതി കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്നിട്ടുള്ള കാരക്കുളിയൻ എന്ന കഥയിലും തെയ്യം മേഖലയിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ചില തെയ്യങ്ങൾ കോലക്കാർ എടുത്ത് കെട്ടി അണിയുന്ന സമയത്ത് 2 ആൾ ഉയരമുള്ള തീക്കുനയിൽ പോയി 100 തവണയൊക്കെ വീഴേണ്ട അത്യന്തം അപകടകരമായിട്ടുള്ള തെയ്യം കാണുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. തീച്ചാമുണ്ടി പോലുള്ള തെയ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ജീവൻ മാറ്റിവെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരക്കുളിയൻ എന്ന തെയ്യം എടുത്ത് ചാടുന്നത് വലിയ മുൾക്കാട്ടിലേക്കാണ്. എപ്പോഴാണ് തല അടിച്ച് തകരുക, നട്ടെല്ല് പൊട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായ അനിശ്ചിതത്വത്തിലാണ് പല തെയ്യങ്ങളും. 40, 50, 60 കിലോ ഭാരമുള്ള, അല്ലെങ്കിൽ 100, 150 കിലോ ഭാരമുള്ള വലിയ തിരുമുടികളുമായിട്ട് മണിക്കൂറുകളോളം ആടുന്ന തെയ്യങ്ങളുണ്ട്. അപ്പോൾ സ്വന്തം ജീവിതം ബലി കൊടുത്തിട്ട് എത്രയോ കാലമായിട്ട് എത്രയോ മനുഷ്യർ ഇങ്ങനെ തെയ്യം കെട്ടിയതിൻ്റെ പേരിൽ തന്നെ അവശരായിട്ട് കിടക്കുന്നുണ്ട്. പാവനുഷ്ഠാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നത് കൊണ്ടാണ് കാരക്കുളിയൻ പോലെയുള്ള കഥകൾ. ഒരുപക്ഷെ എൻ്റെ കഥകളിൽ വളരെ പ്രതികരണം കിട്ടിയ ഒരു കഥയാണ് കാരക്കുളിയൻ. അതുപോലെ തന്നെ തെയ്യം തന്നെ വളരെ കാലങ്ങൾക്ക് മുൻപേ, അതായത് തെയ്യത്തോറ്റങ്ങളിൽ തന്നെ പാരിസ്ഥിതിക അവബോധമുണ്ട് എന്ന്
മാഷ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന തെളിവാണ് അരിഞ്ഞു കുടിക്കല്ലേ, കറന്ന് കുടിക്കുക എന്നൊക്കെ പറയുന്ന ചില വാചകങ്ങൾ. അതുപോലെ ഭൂമി, ജലം, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ള തെയ്യങ്ങളുടെ പ്രബോധനങ്ങൾ. അപ്പം ഇതും ഈ ഒരു പാരിസ്ഥിതിക അവബോധം തെയ്യം എന്ന കലാരൂപത്തിൽ കൂടെ മാഷ് ഈ കൊണ്ടുവരാനുള്ള ഒരു പശ്ചാത്തലം. അത് പരിസ്ഥിതി ബോധം എൻ്റെ ഉള്ളിലുണ്ട്, കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഇപ്പോൾ വയനാട്ടുകുലവൻ തെയ്യം എന്ന തൊണ്ടച്ചൻ തെയ്യമാണ്, ഈഴവരുടെ കുലപരദേവതയായിട്ടുള്ള തെയ്യമാണ്. ഉരിയാടുന്ന സമയത്ത് അരിഞ്ഞു കുടിക്കല്ലേ, കറന്നു കുടിക്കേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. കറന്നു കുടിക്കാം, ഇഷ്ടം പോലെ കറന്നു കുടിക്കാൻ പ്രകൃതിയിൽ നമുക്കുണ്ട്. പക്ഷേ അകിട് അരിഞ്ഞാലോ, അകിട് അരിഞ്ഞു കഴിഞ്ഞാൽ പാലല്ല കിട്ടുക, ചോരയാണ്. ഒന്നിച്ച് പാല് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ചോരയാണ് കിട്ടുക. ഗാന്ധിജി പറഞ്ഞത് അത് തന്നെയാണ് പിൽക്കാലത്ത്, അല്ലേ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട്, പക്ഷെ നമ്മുടെ അത്യാർത്തിക്ക് വേണ്ടതില്ല. സിയാറ്റിൽ മൂപ്പൻ പറയുന്ന കാര്യവും അത് തന്നെയാണ്. ഭൂമി നമ്മുടേതല്ല, നാം ഭൂമിയുടേതാണ്. മാസും എംഗൽസും ഇത് വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. സിയാറ്റിൽ മൂപ്പൻ പറഞ്ഞ അതേ കാര്യം തന്നെ മാസും എംഗൽസും പറയുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ തൊണ്ടച്ചൻ തെയ്യം ജനങ്ങളോട് എല്ലാ കൊല്ലവും ഉണർന്നു വന്നിട്ട് പറയും, അരിഞ്ഞു കുടിക്കല്ലേ, കറന്നു കുടിക്കേ. പക്ഷേ നമുക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അത് മാഷിൻ്റെ കഥകളുടെ ഒരു ക്രാഫ്റ്റിനെ കുറിച്ച് ഒന്ന് ചോദിച്ചോട്ടെ. കാരണം ഈ നോവലും അതേസമയം ചെറുകഥകളും ധാരാളം എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 71ാമത്തെ കഥ അല്ലേ, 71ാമത്തെ പുസ്തകമാണ് മഴവില്ലും ചൂരൽവടിയും. ഈ ഒരു ചെറിയ കാലം കൊണ്ട് വളരെയധികം കഥയിൽ കൂടെ നമ്മുടെ ഈ ജീവിതത്തെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങ്. അപ്പോൾ ഈ കഥയിലേക്ക് വരുന്ന സമയത്ത് വളരെ ചെറിയൊരു സ്പേസാണുള്ളത്. പക്ഷേ നോവലിൻ്റെ ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ക്യാൻവാസാണ്. അപ്പം ഈ ഒരു ആഖ്യാനങ്ങളെ അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളെ ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു സ്പേസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? അതിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? ഞാൻ കുറേ വർഷങ്ങൾ ചെറുകഥകൾ എഴുതിയിട്ടാണ് വളരെ വൈകി 2003 നോവലിലേക്ക് കടക്കുന്നത്. അപ്പം അതുവരെ കഥകൾ എഴുതുകയും അതിലൊരു തഴക്കം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കഥ ചുരുക്കി പറയുന്ന ഒന്നിൻ്റെ ആണല്ലോ ചെറുകഥ. എപ്പോഴും പരത്തി പറയാതെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വാചാലമാകാതിരിക്കുന്ന ഒന്നാണ് എപ്പോഴും ചെറുകഥ. ചെറുതാക്കി പറയുന്നതാണ്. നോവൽ അങ്ങനെയല്ല. അങ്ങനെ ചെറുകഥകൾ എഴുതി വന്നതുകൊണ്ട് നോവലിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു മുറുക്കം നോവലിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഗുണമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പരത്തി പറയാതെ ചുരുക്കി പറയുന്ന ഒരു രീതി നോവലിൽ കൊണ്ടുവരാൻ സാധിച്ചത് കുറേ വർഷങ്ങൾ കഥകൾ എഴുതിയത് കൊണ്ടായിരിക്കാം. കൂടുതൽ ആ സ്പേസ് എന്നുള്ളത് നോവലിനൊരു വിശാലമായ ക്യാൻവാസ് ആണല്ലോ, കൂടുതൽ പറയാനുണ്ടല്ലോ. അപ്പം ആ രീതിയിൽ ഇപ്പം മാഷിപ്പ് എഴുതിയ അടുത്ത കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് പുസ്തക വീട്. അതായത് അധ്യാപക കഥകൾ. അതായത് അക്ബർ കക്കട്ടിലിനെ പോലെ, കരൂരിനെ പോലെ നമ്മൾ അധ്യാപകരെക്കുറിച്ചും സ്കൂൾ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള കഥകൾ മാഷ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതിനിധാനം എന്നുള്ള നിലയ്ക്ക് പുസ്തക വീട് എന്നുള്ള കഥയെ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു കഥ വളരെ കരഞ്ഞുപോയി അത് വായിച്ചിട്ട്. അപ്പം അത്തരത്തിലൊരു വൈകാരികതയിലേക്ക് ആവിഷ്കരിക്കാൻ മാഷിൻ്റെ ഒരു അധ്യാപക ജീവിതത്തിലൊരു സ്വാധീനം അതിനുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പുസ്തക വീട് എന്ന കഥ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ വന്ന കഥ, ഈ ഓണക്കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കഥ അതാണ് എന്ന് സുഹൃത്തുക്കൾ പലരും പറയുണ്ടായി. ഒരുപാട് പേര് ആ കഥ വായിച്ചിട്ട് എന്നെ വിളിക്കുകയും, എത്ര പേരാണെന്ന് അറിയില്ല, ഒരുപാട് പേര് കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞുപോയി എന്നൊക്കെ പറയും. ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ഹൃദയ ബന്ധത്തിൻ്റെ ഒരു കഥയാണ് പുസ്തക വീട്. 1986 എൻ്റെ വാസുദേവ് അയ്യരുടെ ഈ ഭൂമി എന്ന ഒരു അധ്യാപക കഥ, പ്രൊഫസറും ശിഷ്യനും തമ്മിലുള്ളൊരു കഥ വരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. അപ്പോൾ ഈ 40 കൊല്ലത്തിനിടയിൽ 40ഓളം അധ്യാപക കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ മിക്കതും ചേർത്തിട്ട് പറക്കുന്ന സുന്ദരികൾ എന്ന പേരിൽ ചിന്ത ഒരു പുസ്തകം അധ്യാപക കഥകളുടെ ഒരു സമാഹാരം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി അതിനു മുമ്പ് അധ്യാപക കഥകളുടെ ഒരു സമാഹാരം 2008 ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ അധ്യാപക കഥകൾ എഴുതിയിട്ടുണ്ട്. കാരൂർ 18 കഥകളും അക്ബർ കക്കട്ടിൽ 10-25 കഥകളും എഴുതിയിട്ടുണ്ട്. പക്ഷെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, ക്വാളിറ്റി അല്ല, എണ്ണം നോക്കിക്കഴിഞ്ഞാൽ
ഞാൻ 10-40ഓളം കഥകൾ, അധ്യാപക കഥകൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, പുസ്തക വീടിൽ സുകുമാർ അഴീക്കോട് ഒക്കെ ഛായയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം, അധ്യാപകരായിട്ടുള്ള എത്രയോ നന്മ നിറഞ്ഞ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ആ സമൂഹത്തിൽ പുഴുക്കുത്തുകളും ഉണ്ട്. ആ പുഴുക്കുത്തുകളെക്കുറിച്ചാണ് ഞാൻ കൂടുതലും എഴുതിയിട്ടുള്ളത്. കാരണം എൻ്റെ രചനകളിൽ എപ്പോഴും വിമർശനം കടന്നു വരാറുണ്ട്. അനീതിക്കെതിരെയുള്ള, അധർമ്മത്തിനെതിരെയുള്ള നീക്കങ്ങളായിട്ടാണ് ഞാൻ എപ്പോഴും കഥകൾ എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അധ്യാപക കഥകൾ, പിന്നെ എൻ്റെ കഥകളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആക്ഷേപഹാസ്യം, സറ്റയറൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ അധ്യാപക കഥകളിൽ മിക്കവാറും എല്ലാ കഥകളിലും ആക്ഷേപഹാസ്യം നന്നായിട്ട് ധ്വനിക്കുന്ന കഥകളാണ്. അതുപോലെ തന്നെ വളരെ നമ്മൾ ഒരു പ്രവചന സ്വഭാവമുള്ള കഥയാണ് പ്രാണവായു. 2015 നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഓക്സിജൻ കിട്ടാതെ നമ്മൾ ദുരിതം അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മാഷ്ക്ക് മനസ്സിൽ കാണാനായി. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു കഥാകാരൻ എന്നുള്ള നിലയിൽ പ്രാണവായുവിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രാണവായു ഞാൻ എഴുതുന്നത് 2015 പിന്നീടത് ഡൽഹി മലിനീകരണ കാലത്താണ്. അത് ഓക്സിജൻ കിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമുണ്ടായ കാലത്ത് അത് വൈറലായി. പിന്നീട് അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കോവിഡ് കാലത്ത് അത് വളരെയധികം വൈറലാവുകയും എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും എത്തുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ ആ നിലക്ക് ഏറ്റവും വൈറലായൊരു കഥ പ്രവചനം പോലെ എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ എൻ്റെ പല കഥകളും ഇതുപോലെ പിന്നീട് സംഭവിക്കുന്നത്, നീരാളിയൻ പോലുള്ള കഥകളൊക്കെ പിന്നീട് സംഭവിക്കുന്നത് നമ്മുടെ മുമ്പിൽ ചിന്നമുണ്ടി എന്ന കഥ, ഇതൊക്കെ കൺമുമ്പിൽ നടക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഭയപ്പെടുത്താനല്ല. എന്മകജെ ഈ പിന്നെ കോവിഡ് കാലത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ മാപ്പ് തരണം. ഞാൻ ചോദിച്ചു എന്തിനാ? ഞാൻ സാർ ഈ കഥ 15 എഴുതിയ സമയത്ത് സാറിനെ വിളിച്ചിട്ട് ഞാൻ പരിഹസിച്ചിരുന്നു. താങ്കളേത് വെള്ളരിക്ക പട്ടണത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. ഓക്സിജൻ കിറ്റിന് വേണ്ടി ക്യൂ നിൽക്കുമെന്നൊക്കെ എഴുതാൻ നിങ്ങൾ മണ്ടനാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ സാറേ മാപ്പ് തരണം, ഇത്ര പെട്ടെന്ന് 10 കൊല്ലം പോലും ആയിട്ടില്ല, ഇത്ര പെട്ടെന്ന് സംഭവിക്കും എന്ന് ഞാൻ കരുതിയതല്ല. ഞാൻ ചോദിച്ചു, സുഹൃത്തെ മാപ്പ് തരാൻ ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല. ഞാൻ എൻ്റെ ഭയങ്ങളെ, എൻ്റെ ഉത്കണ്ഠകളെ, എൻ്റെ അസ്വാസ്ഥ്യങ്ങളെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു എന്നേ ഉള്ളൂ. ഭയപ്പെടുത്താൻ എഴുതുന്നതല്ല. ഏതൊരു അമ്മയും കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ കൈപൊട്ടും കാലുപൊട്ടും തലപൊട്ടും എന്നൊക്കെ നിലവിളിക്കുന്നത് കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കാനല്ല. അങ്ങനെ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് എൻ്റെ ഓരോ പരിസ്ഥിതി കഥയും. 2 മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പരിസ്ഥിതി കഥകളും. പരിസ്ഥിതി കഥകൾ എഴുതുന്നതുകൊണ്ട് വലിയ ആക്ഷേപങ്ങൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഒരു കാലത്ത് ഈ കഥകളൊക്കെ കൂടുതൽ സത്യമാണെന്ന് തെളിഞ്ഞു വരും എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തെറിവിളികൾ കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ പരിസ്ഥിതി കഥകൾ എഴുതാതിരിക്കില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ നീരാളിയൻ 2013 എഴുതിയതാണ്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു കഥയാണത്. ചിന്നമുണ്ടി 5-6 കൊല്ലം കഴിയുമ്പോഴേക്കും എൻ്റെ വീട്ടു പരിസരങ്ങളിലൊക്കെ ഈ ആഫ്രിക്കൻ ഒച്ച് നിറയുന്ന കഥ എഴുതുമ്പോഴങ്ങനെ ഉണ്ടായിരുന്നില്ല. അക്കേഷ്യ നടുന്ന കാലത്താണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാര്യവട്ടം ക്യാമ്പസിൽ, അറിയാമല്ലോ കാര്യവട്ടം ക്യാമ്പസിൽ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അക്കേഷ്യ നടുന്ന കാലത്താണ് ഞാൻ മാതൃഭൂമിയിൽ കണ്ണുരോഗം എന്ന കഥ എഴുതിയത്. അക്കേഷ്യ നടരുത്, പല വൃക്ഷങ്ങൾ നടണം. അന്ന് എന്നെ എല്ലാവരും പരിഹസിച്ചു, കൂട്ടുകാരൊക്കെ. ഇന്ന് അക്കേഷ്യ മുഴുവൻ നിർമ്മാർജ്ജന ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചില്ലേ? കാര്യവട്ടം ക്യാമ്പസിൽ ഫലവൃക്ഷങ്ങൾ നടണം, അക്കേഷ്യ മുഴുവൻ മുറിച്ചു മാറ്റണമെന്ന് സർക്കാർ തന്നെ 21 തീരുമാനിച്ചില്ലേ? അപ്പോൾ 45 കൊല്ലം മുമ്പ് കണ്ണുരോഗം എന്നൊരു കഥ മാതൃഭൂമിയിൽ എഴുതിയത് യാഥാർത്ഥ്യമായിട്ട് വന്നില്ലേ? ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ എഴുതുന്ന കഥകൾ ഇന്ന് പരിഹസിക്കപ്പെട്ടേക്കാം, നാളെ ഇത് ശരിയാണ് എന്ന വിലയിരുത്തലുണ്ടാകും എന്നൊരു ബോധ്യം എനിക്കുണ്ട്. മാഷിപ്പോൾ പറഞ്ഞല്ലോ, അതായത് മാഷ് പരിസ്ഥിതി തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീരാൻകുട്ടി മാഷ്, അതുപോലെ അംബികാസുധൻ മാഷ്, അങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ഹിംസകളോട് എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ്റെ പ്രതികരണം? ഇല്ല, അത്തരം അതിക്രമങ്ങളോട് ഞാൻ പ്രതികരിക്കാറില്ല. 2 മത്സ്യങ്ങൾ എന്ന കഥ വന്നതുകൊണ്ട് വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2 മത്സ്യങ്ങൾ പഠിപ്പിച്ച അധ്യാപകരും പഠിച്ച കുട്ടികളും ഓരോ സ്കൂളിൽ ചെല്ലുമ്പോഴും എനിക്ക് തരുന്ന ഒരു സ്നേഹത്തിൻ്റെ സ്വീകരണമുണ്ട്. അത് ആ കഥ മനസ്സിലാക്കിയത് കൊണ്ടാണ്.
ആ കഥയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് രണ്ട് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടണം. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്കിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. തേനീച്ചകളും പൂമ്പാറ്റകളും മണ്ണിരകളും ഇല്ലാത്തൊരു ലോകത്ത് മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല. മനുഷ്യനില്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെ തുടരും, പ്രകൃതി തുടരും. പ്രകൃതിക്ക് മനുഷ്യനെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ കഥയിൽ പ്രകൃതിക്ക് പറ്റിയൊരു വലിയ തെറ്റാണ് മനുഷ്യൻ എന്നൊരു വാക്യമുള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിക്ക് പറ്റിയൊരു വലിയ തെറ്റാണ് മനുഷ്യൻ എന്ന വാക്യം കോവിഡ് കാലത്ത് യഥാർത്ഥമാണ് എന്ന് തെളിഞ്ഞില്ലേ? കോവിഡ് കാലത്ത് നമ്മൾ ഒരു മാസം വീടിൻ്റെ അകത്ത് അടച്ചിരുന്നപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴും ടി വിയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴും പത്രങ്ങളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴും നമ്മൾ കണ്ടതെന്താ? പ്രകൃതി അർമാദിക്കുന്നതല്ലേ. ഗംഗാ നദിയിലൂടെ ഡോൾഫിൻ തെളിഞ്ഞ നദിയിലൂടെ ഡോൾഫിൻ മത്സ്യങ്ങൾ ഇങ്ങനെ വരുന്നു. കാശ്മീർ തെളിയുന്നു, ഹിമാലയം തെളിയുന്നു. ഡൽഹിയിൽ നിന്നിട്ട് ഹിമാലയത്തിൻ്റെ ഫോട്ടോ എടുക്കാം. കടൽ തെളിയുന്നു. ആകെ ഒരു മാസം മനുഷ്യനൊന്ന് മാറി നിന്നപ്പോഴേക്കും പ്രകൃതിയാകെ ഉന്മിഷത്താവുകയും ഉർവരമാവുകയും പ്രകൃതി സടകുടഞ്ഞെഴുന്നേൽക്കുകയും അജയ്യമായി തീരുകയും അല്ലേ, ജിതകേശിയെ പോലെ തല ഉയർത്തി നിൽക്കുകയും ചെയ്യുന്ന പ്രകൃതിയെ നമ്മൾ കണ്ടില്ല. ഒരു മാസം മാറി നിന്നപ്പോൾ. ഒരു വർഷം മാറി നിന്നാലോ? വേണ്ട, 10 വർഷം മാറി നിന്നാലോ? പ്രകൃതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രകൃതി അജയ്യമായിട്ട് മുന്നോട്ട് പോകും. മനുഷ്യനില്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു കുഴപ്പമില്ല എന്ന് കോവിഡ് തെളിയിച്ചു തന്നില്ലേ? പക്ഷേ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ മക്കൾക്ക്, അഴകൻ പൂവാലിയോട് പറയും, നമ്മുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ മക്കളുടെ 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 മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരിസ്ഥിതി കഥകളും മറ്റു കഥകളും എഴുതുന്നത്. ആ ഒരു നിരുപാധികമായ സ്നേഹത്തിൻ്റെ നൈരന്തര്യത്തിന് വേണ്ടിയിട്ടാണ് എഴുത്തുകാർ കുഞ്ഞിരാമൻ നായരും ബഷീറും അവരൊക്കെ എഴുതിയതിൻ്റെ ഒരു ഉയരത്തിൽ മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. അവരെ പോലെയുള്ള എഴുത്തുകാരൊക്കെ എഴുതിയതാണ് ഞാനും എഴുതുന്നത്. സുഗതകുമാരിയെ പോലെയുള്ള എഴുത്തുകാരൊക്കെ എഴുതിയതാണ്. അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ തുടർച്ചയാണ് ഞാൻ. അത്രയേ ഉള്ളൂ. മാഷ് പറഞ്ഞല്ലോ, ഈ പ്രകൃതിയെ എപ്പോഴും മനുഷ്യൻ ഉൾപ്പെട്ടിട്ടുള്ളൊരു സ്പേസായിട്ട് കാണാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയില്ലേ? പ്രകൃതിയും മനുഷ്യനും രണ്ട് ദ്വന്ദ്ങ്ങളായി നിൽക്കുന്നു എന്നുള്ളതൊരു വലിയൊരു പ്രശ്നവൽക്കരിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രകൃതിക്ക് ഒരു എതിരെയുള്ളൊരു യുദ്ധ ജേതാവായിട്ട് മനുഷ്യൻ നിൽക്കുന്നത്? തീർച്ചയായിട്ടും പ്രകൃതിയിൽ നിന്നും എന്നാണോ മനുഷ്യൻ മാറി നടക്കാൻ തുടങ്ങിയത്, പ്രകൃതിയുമായിട്ടുള്ള ഒരു പൊക്കിൾ കൊടി ബന്ധം എന്താണോ മുറിച്ചു കളഞ്ഞത്, അന്ന് മുതലാണ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. നമ്മൾ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എല്ലാ ജീവജാലങ്ങളും ഇല്ലാതെ എല്ലാത്തിനെയും കൊന്നൊടുക്കിയിട്ട് ചെവിയോർക്കുക അന്തിമ കാഹളത്തിലും ഭൂമിയുടെ അവകാശികളിലുമൊക്കെ ബഷീർ പറയുന്നുണ്ട് ഈ കാര്യം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും വിശദീകരിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ സ്റ്റീഫൻ ഹോക്കിങ് മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഒരു 100 വർഷം മാത്രം, ഈ ഭൂമിയിൽ ഒരു 100 വർഷം മാത്രമേ മനുഷ്യന് നിലനിൽക്കൂ എന്ന ഒരു ഭീഷണി തന്നിട്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് വിട്ടുപോയത്. മറക്കരുത്, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പ്രകൃതിയെ നമ്മൾ നേരാം വഴിക്ക് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ വലിയ അപകടങ്ങൾ ഇനിയും പലതരത്തിലുള്ള ഗ്ലോബൽ വാർമിംഗൊക്കെ സൃഷ്ടിക്കുന്ന, ആഗോളതാപനം സൃഷ്ടിക്കാൻ പോകുന്ന കെടുതികൾ അതൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊക്കെ ഒന്നും കടക്കാത്തത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇനി വരുന്ന കാലത്ത് ഉണ്ടാകും എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് മറ്റു വിഷയങ്ങൾ അധികം പറയാതെ പരിസ്ഥിതി തന്നെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നത്. മാഷ് പറഞ്ഞല്ലോ, പരിസ്ഥിതി തന്നെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം മാഷിൻ്റെ ഒരു കാഴ്ചയുടെ കൂടി, മാഷിൻ്റെ കാഴ്ച അങ്ങനെയാണ്. അത് കാഴ്ചയെക്കുറിച്ച് ജോൺ ബെർഗർ തൻ്റെ വിഖ്യാതമായ ഒരു കൃതി വേ ഓഫ് സീയിങ്, അതിൽ പറയുന്നുണ്ട്, നമ്മൾ എന്തിനെ കാണുന്നോ ആ കാണുന്നതിൽ നമ്മുടെ സംസ്കാരം, നമ്മളുടെ അധികാരം ഒക്കെ അതിൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ട് നിഴലിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചയിൽ മനുഷ്യൻ്റെ ജീവിതത്തെ, എഴുത്തുകാരൻ്റെ ജീവിതം എന്നുള്ള നിലയിൽ മാഷിൻ്റെ ഒരു സംസ്കാരം, മാഷിൻ്റെ ഒരു അധികാരം എങ്ങനെ ആ കാഴ്ചയെ പ്രവർത്തിപ്പിച്ചു? തീർച്ചയായിട്ടും എനിക്ക് പ്രകൃതിയിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു ഐഡൻറ്റിറ്റി മനുഷ്യനുണ്ട്. മനുഷ്യൻ അജയ്യനാണ് എന്ന് കരുതിയിട്ട് മറ്റെല്ലാത്തിനെയും മറികടന്നു പോകുന്ന ഒരു അവസ്ഥയോട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞിരാമൻ നായരെയും ബഷീറിനെയും പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ അവരുടെ ഒരു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ
ഉറുമ്പുകൾക്കും ഒരു പീഡ ഉറുമ്പിനും വരുത്തല എന്നാണല്ലോ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും പരിഗണിക്കുന്ന ഒരു എഴുത്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സർഗാത്മകതയാണ് പ്രതിരോധമായിട്ട് മാഷ് എടുക്കുന്നത്. ഇപ്പം എൻഡോസൾഫാൻ പോലുള്ള ദുരിത പ്രദേശങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ സമരമാർഗങ്ങളിലും ഒക്കെ ഏർപ്പെടുകയും, അപ്പോൾ എഴുത്തുകാരൻ എന്നുള്ളത് എഴുതുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആക്ടിവിസത്തിലേക്ക് കടക്കുകയാണ്. അതിനെങ്ങനെ മാഷ് കാണുന്നത്? പലപ്പോഴും എഴുത്തുകാരൻ എഴുതിയാൽ പോരെ, ആക്ടിവിസം എഴുത്തുകാരന് വേണോ എന്നുള്ള ഒരു ഡിസ്കഷൻസൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മാഷൊരു അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും എഴുത്തുകാരൻ എഴുതിയാൽ മതി എന്ന് കരുതുന്ന ഒരാളാണ് ഞാനെങ്കിലും ആക്ടിവിസത്തിൻ്റെ വഴിയിലേക്ക് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് എൻഡോസൾഫാൻ സമരത്തിൽ ഉള്ള ഒരാളെന്നുള്ള നിലയിൽ അതിൽ പെട്ടുപോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ വളരെ പാവപ്പെട്ട മനുഷ്യരുടെ അമ്മമാരുടെ ഒക്കെ കണ്ണീര് കണ്ടിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വീട്ടിൽ 4 കുട്ടികൾ 4 മൂലയിലായിട്ട് കിടക്കുകയാണ്. അച്ഛൻ അവരെ വിട്ടുപോയി. രോഗശൈലിയിലായ ഒരു അമ്മയാണ് ഈ 4 കുഞ്ഞുങ്ങളെ നോക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിന് പനി വന്നാൽ, അല്ലേ, ഒരു തലവേദന വന്നാൽ, ഇപ്പം ഇങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് എത്ര ദിവസം പിന്നെ ഉറങ്ങാൻ പറ്റും? രൂപേഷിൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് രൂപേഷിൻ്റെ മരണസമയത്ത് പോയപ്പോഴും 21 വയസ്സുള്ള കുട്ടിയാണ്. കണ്ടാൽ ഒരു വയസ്സ് പോലും തോന്നിക്കില്ല. തുണി ഉടുക്കാറില്ല, ഇത്രയേ ഉള്ളൂ. എണീറ്റ് നിൽക്കാൻ പറ്റില്ല. 21 വയസ്സായി. ആ കുഞ്ഞ് മരണപ്പെടുമ്പോൾ 21 വയസ്സാണ്. പക്ഷെ കണ്ടാൽ ഒരു വയസ്സ് പോലും നിങ്ങൾ പറയില്ല. ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയാൽ പിന്നെ എങ്ങനെ നമുക്ക് ഉറക്കം വരും? ആ കുട്ടി മരിച്ചപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി, അച്ഛനെ കണ്ടിട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയപ്പോൾ അമ്മ പുറത്തേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്ത് വന്ന് ബെഞ്ചിലിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാഷേ, ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മയാണ്. എനിക്ക് മനസ്സിലായില്ല, എന്താണെന്ന് ചോദിച്ചു. അന്നേരം ആ സ്ത്രീ പറഞ്ഞു, മാഷേ, എനിക്ക് 21 കൊല്ലം എൻ്റെ കുഞ്ഞിനെ മടിയിൽ കിട്ടി. ലോകത്തിലൊരമ്മയ്ക്കും അതിന് ഭാഗ്യം ഉണ്ടാവില്ല. 2-3 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ മടിയിൽ നിന്നും എണീറ്റ് ഓടില്ലേ? പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് 21 കൊല്ലം മടിയിൽ വയ്ക്കാനും ഓമനിക്കാനും ഉമ്മ കൊടുക്കാനും പറ്റി. ലോകത്തിലൊരമ്മയ്ക്കും കിട്ടാത്ത ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മാഷേ, എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ഈ കുഞ്ഞിൻ്റെ തൊണ്ട തുറന്നിട്ടില്ല, ഒരു സ്പൂണ് വെള്ളമാണ് കുടിക്കുന്നൊരു ദിവസം, 21 വയസ്സായിട്ടും. അപ്പോൾ അവൻ്റെ തൊണ്ടയിൽ നിന്നും പതുക്കെ മാ പോലെ ഒരു ശബ്ദം വരുന്നുണ്ട്. അതുകൊണ്ട് മാഷേ, ഒരാഴ്ചയായിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അവൻ ഒരു തവണയെങ്കിലും എന്നെ അമ്മേ എന്ന് വിളിക്കും. അല്ല, 21 കൊല്ലം ഞാനൊരു കുഞ്ഞിനെ നോക്കിയില്ലേ? ഒരു തവണ എനിക്ക് അമ്മയെന്ന് അവൻ വിളിക്കുന്നത് കേൾക്കാനുള്ള അവകാശമില്ലേ? പക്ഷേ അവൻ വിളിച്ചില്ല മാഷേ, അവൻ പോയി എന്ന് പറഞ്ഞിട്ട് ഒറ്റ നിലവിളിയാണ് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്. നമുക്ക് റിമോട്ട് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ മാറ്റാം. പക്ഷേ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലിരുന്നിട്ട് ചാനൽ മാറ്റാൻ ദൈവം ഒരു റിമോട്ടും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അപ്പം അതിനേക്കാളും വേദനാജനകമായ അനുഭവങ്ങളാണ് എൻമകജയിലെ കുഞ്ഞുങ്ങൾ, ശീലാപതിയും കവിതയും പിന്നെ ഒക്കെ മരിക്കുമ്പോൾ, രൂപേഷും അതുപോലെ സുജിത്തും ഒക്കെ മരിക്കുമ്പോഴൊക്കെ ഓരോ തവണ വീട്ടിൽ ചെല്ലുമ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ വേദനാജനകമാണ്. അത് മറ്റ് എഴുത്തുകാർക്കൊന്നും ഉണ്ടാവാത്ത തരത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എഴുതാത്തത്. എൻമകജ എഴുതിയിട്ട് ഇനി ജീവിതത്തിൽ നോവൽ എഴുതില്ല എന്ന് പ്രതിജ്ഞ എടുത്തതൊക്കെ അതുകൊണ്ടാണ്. 10 കൊല്ലം ഞാൻ എഴുതിയില്ല. അതൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ എന്നറിയില്ല. അതൊക്കെ നമ്മൾ ഉള്ളിൽ ഉറക്കം വരില്ല. ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ പോയി വന്ന് കിടന്നാൽ പിന്നെ നമുക്ക് കുറേ ദിവസം ഉറക്കം വരില്ല. അങ്ങനെ 100 കണക്കിന് കുഞ്ഞുങ്ങളെ, അമ്മമാരെ എനിക്ക് നേരിട്ടറിയാം. ഇവിടെ ഇരുന്നിട്ട് എത്രയോ ദിവസങ്ങൾ പറയാനുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. അംബികാസുധൻ മങ്ങാട് എന്ന പേര് വളരെ ഒരു വിചിത്രമായ പേരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു മാഷ് മാത്രമേ ഉള്ളൂ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തന്നെ ആ ഒരു പേരുള്ള വ്യക്തി. എങ്ങനെയാണ് ഈ പേരിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രത്തെ ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ കുറേ വിചിത്രമായ അനുഭവങ്ങളുണ്ട്. പലതും കേട്ടാൽ വിശ്വസിക്കില്ല. ഒന്ന് മാത്രമാണ് ഇത്. കുട്ടിക്കാലത്ത് മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ ഭക്തന്മാരായ എൻ്റെ അച്ഛനും അമ്മയും 3-4 മാസം പ്രായമുള്ള എന്നെ എടുത്തിട്ട് പേരിടാൻ വേണ്ടിയിട്ട്
കൊല്ലൂർ കുടജാദ്രി മലയുടെ താഴ്വാരത്തിലുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ പോയി. വാച്ചോ ഒന്നുമില്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ പുലരാറായി എന്ന് വിചാരിച്ചിട്ട് ഇവർ കാട്ടിലൂടെ കൊടുങ്കാടുള്ള സമയമാണ്. സൗവർണിക നദിയിലേക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. പക്ഷേ പാതിരാത്രി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വഴിതെറ്റി സൗവർണിക നദിയിലേക്ക് ഇറങ്ങുന്നതിന് പകരം ഒരു സന്യാസിയുടെ തപസ്സിന് മുന്നിൽ അകപ്പെട്ടു. സന്യാസി ഭയങ്കര ക്ഷുഭിതനായി, കുറേ ദേഷ്യപ്പെട്ടു. പിന്നെ ഈ അമ്മയുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട് എന്ന് കരുതിയപ്പോൾ ദയാലുവായി. എന്നിട്ട് ചോദിച്ചു, എന്തിനാ വന്നത്? അപ്പോൾ കുഞ്ഞിന് പേരിടാൻ വന്നതാണ്, ചോറ് കൊടുക്കാൻ വന്നതാണ്. എന്ത് പേരാ ഇടുന്നത്? അപ്പോൾ പേര് പറഞ്ഞു. അതെൻ്റെ മറ്റ് സഹോദരങ്ങളുടെ ബാലകൃഷ്ണൻ, നാരായണൻ, മാധവൻ ഇങ്ങനെയുള്ളൊരു കോമൺ പേരായിരിക്കും പറഞ്ഞത്. അന്നേരം ഈ സന്യാസി അവരോട് പറഞ്ഞു അത്രേ, ആ പേര് വേണ്ട, മൂകാംബികയുടെ സരസ്വതിയുടെ മണ്ഡപത്തിൽ പേരിടാൻ വന്നതല്ലേ, നിങ്ങൾ അംബികയുടെ മകൻ, മൂകാംബികയുടെ മകൻ സുധൻ എന്നുള്ള അർത്ഥത്തിൽ അംബികാസുധൻ എന്ന പേരിട്ടാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ വിചിത്രമായ പേരുണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് 20 കൊല്ലം മുമ്പ്, അതായത് 30 കൊല്ലത്തിന് ശേഷം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ നിന്നും എൻ്റെ ആദ്യത്തെ കഥ കണ്ടുകിട്ടിയത് ഈ പേരായതുകൊണ്ടാണ്. മറ്റൊരു പേരാണെങ്കിൽ കണ്ടുകിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 50 കൊല്ലമായി, ആ കഥ എഴുതിയിട്ട് 50 കൊല്ലമായി. അപ്പോൾ ആ കഥ കണ്ടുകിട്ടിയത് കൊണ്ടാണ് എനിക്ക് ആദ്യത്തെ കഥ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയത് ആണ് എന്ന് കരുതാൻ ഇങ്ങനെ ഒരു പുസ്തകം, മഴവില്ലും ചൂരൽ വടിയും എന്ന കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് റിലീസായ ഒരു പുസ്തകമാണ്. എൻ്റെ 50 കൊല്ലത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചെറിയ കഥകൾ, വലിയ കഥകളല്ല, മിനി കഥകളുമല്ല, അങ്ങനെയുള്ളൊരു ഹുഭാഷിക പബ്ലിക്കേഷൻസ് ഇറക്കിയ ഒരു പുസ്തകം ചെയ്യാൻ സാധിച്ചത് ഈ സൗവർണിക തീരത്തുള്ള അജ്ഞാതനായ ഋഷിവര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, മൂകാംബികയുടെ അനുഗ്രഹം കൊണ്ടാണ്, മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ്, വായനക്കാരുടെ അനുഗ്രഹം കൊണ്ടാണ്. മാഷ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. മാഷിൻ്റെ കഥകളിലൊക്കെ തന്നെയും ഭയങ്കര പ്രാദേശിക ഭാഷയാണ്. അതിപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഷ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ വളരെ ഇതായിട്ടാണ്, ഹ്യൂമറസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ മാഷിൻ്റെ കഥകളിൽ ഈ കാസർഗോഡ് ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ നമുക്ക് ഹൃദ്യവുമാണ്, ഭയങ്കര ഒരു മനുഷ്യൻ്റെ ഒരു ജീവിത യാഥാർത്ഥ്യത്തിനോട് നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ സിനിമയിൽ അതിനെ ഒരു ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിക്കുന്നതിനോട് മാഷിൻ്റെ ഒരു പ്രതികരണം എന്താണ്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എഴുതിയ മാധവേട്ടൻ ഇവിടെ, വിഖ്യാത എഴുത്തുകാരൻ ഇവിടെ ഓഡിയൻസിൽ ഇരിക്കുന്നുണ്ട്. ഭാഷയുടെ കളികൾ അതിൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിൽ. ഞാൻ ഓർക്കുന്നു, കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമിയല്ല, അത് 7 അല്ല 10 15 ഉണ്ട് എന്ന് പറയും ഞാൻ, അല്ലേ? അത്രമാത്രം ഭാഷയുടെ സമൃദ്ധി, എത്രമാത്രം ഭാഷകളാണ് അവിടെ. അവിടുത്തെ കോമൺ ലാംഗ്വേജ് തുളുവാണ്, മലയാളമല്ല. എന്മകജ പോലുള്ള ഗ്രാമങ്ങളിൽ പിന്നെ മറാഠി പോലുള്ള ഭാഷകൾ, ഒരുപാട് ഭാഷകൾ, ഭാഷാ പദങ്ങൾ. 2003 ഞാനൊരു ഡിക്ഷണറി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തു, നാട്ടുഭാഷാ നിഘണ്ടു, പൊഞ്ഞാറ് എന്ന പേരിൽ. അതിൽ 2000-ലധികം കാസർഗോഡ് മാത്രമുള്ള വാക്കുകൾ ശേഖരിച്ചിട്ട് ഞങ്ങളൊരു നിഘണ്ടു ഉണ്ടാക്കുകയും അതിന് 3 പതിപ്പുകൾ വരികയും ചെയ്തിട്ടുണ്ട്. ആ നിഘണ്ടുവിൽ ഈ ലണ്ടൻ ബത്തേരിയിലെ ഒരു 2-3 പാരഗ്രാഫ് ഒരു അനുബന്ധമായിട്ട് നമ്മൾ 10-17 കുറിപ്പുകൾ കൊടുത്ത കൂട്ടത്തിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ കാസർഗോഡിൻ്റെ ഒരു ഭാഷാ സമൃദ്ധി കേരളത്തിലെന്നല്ല, ഞാൻ പ്രാദേശിക വാദം പറയല്ല, കുറച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയാണ്, ലോകത്തിൽ തന്നെ ഇത്ര ഭാഷാ സമൃദ്ധിയുള്ള ഒരു സ്ഥലമുണ്ടോ? പക്ഷെ അത് വേണ്ട വിധത്തിൽ എഴുത്തുകാർ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മരക്കാപ്പല തെയ്യങ്ങൾ തൊട്ട് ആദ്യകാല കഥകൾ തൊട്ട് ധാരാളം വാക്കുകൾ, മാക്കമെന്ന പണ്ഡിതയെ നോക്കുന്നവർക്കറിയാം, അതിലൊക്കെ ധാരാളം ഒരുപാട് കാലഹരണപ്പെട്ട വാക്കുകളെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടുഭാഷയെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രമേയം കൂടിയാണ്, ഒരു രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണ്, ഒരു സ്വാഭാവികതയ്ക്ക് വേണ്ടി മാത്രമല്ല. അതുകൂടി കണ്ടുകൊണ്ടാണ് അങ്ങനെ എല്ലാ കൃതികളിലും നാട്ടുഭാഷ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. അതെ, എൻ്റെ ബ്രദറാണ് ബാലകൃഷ്ണൻ മാങ്ങാട്. ചാമരം എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ജാലകങ്ങളിലെ സൂര്യൻ എന്ന
ചില സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് ഈ നാട്ടുഭാഷയൊക്കെ സ്വീകരിക്കാനുള്ള ഒരു വഴികാട്ടി, ഞങ്ങളുടെയൊക്കെ വഴികാട്ടി. എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയാറുണ്ട്. സമയത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് ഞാനിവിടെ അത് സൂചിപ്പിച്ചില്ല എന്നേ ഉള്ളൂ. ജീവിത യാഥാർത്ഥ്യങ്ങളും ഭാവനയും പുരാവൃത്തങ്ങളും എല്ലാം ഇഴുകിച്ചേർത്തുകൊണ്ട് നമ്മുടെ മലയാള സാഹിത്യ ചരിത്രത്തിൽ എന്നും നിരന്തരം വ്യത്യസ്തനായിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ് അംബികാസുധൻ മങ്ങാട്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ആവർത്തിച്ചു പറയുന്നു, ഭൂമി നമ്മുടേതല്ല, നമ്മൾ ഭൂമിയുടേതാണ് എന്ന്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. മീറ്റ് ദ ഓതർ സെഗ്മെൻറ്റിൽ നമ്മോട് സംബന്ധിച്ച ശ്രീ അംബികാസുധൻ മങ്ങാടിനും ശ്രീമതി ശ്രീകല മുല്ലശ്ശേരിക്കും കേരള നിയമസഭയുടെ ഉപഹാരം നൽകുന്നതിനായി കൾച്ചറൽ ആൻഡ് ഇവൻറ്റ്സ് കമ്മിറ്റി കൺവീനറും നിയമസഭയിലെ അഡീഷണൽ സെക്രട്ടറിയുമായ ശ്രീ MS വിജയനെ ക്ഷണിക്കുന്നു. മൊമെൻറ്റോ ഏറ്റുവാങ്ങുന്നതിനായി അംബികാസുധൻ മങ്ങാട് മാഷിനെയും ശ്രീമതി ശ്രീകല മുല്ലശ്ശേരിയെയും ക്ഷണിക്കുന്നു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 2025 ഭാഗമായി ഡോക്ടർ പ്രിയ കെ നായർ, ശ്രീമതി ഷാഹിന കെ റഫീഖ് എന്നിവർ പങ്കെടുക്കുന്ന KLIBF ഡയലോഗ് എന്ന സെഗ്മെൻറ്റാണ് അടുത്തതായി ആരംഭിക്കുന്നത്.